ഈ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നർത്തകിയായിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നു. അപ്പോൾ മനസ്സിൽ ഒരു നർത്തകിയായിട്ട് എൻ്റെ കരിയർ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചാണോ, അതെയോ വേറെ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ സിനിമ എന്നുള്ള മോഹം തന്നെ ഉണ്ടായിരുന്നോ? അല്ല, സിനിമ രണ്ടാമത് വന്നതാണ്. നർത്തകി തന്നെ, നൃത്തം തന്നെയായിരുന്നു എൻ്റെ മെയിൻ. ഞാൻ നമുക്കൊരു എന്താ പറയുക, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനകത്ത് ഒരു ഇതുണ്ടാവില്ല എന്താ. അപ്പം എനിക്ക് കലാക്ഷേത്രയിൽ പോകണം, പഠിക്കണം, ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവണം, അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അതിൻ്റെ ഇടയിൽ ആണ് ഈ സിനിമ വന്നത്. സിനിമ വന്നപ്പോൾ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ചെയ്യണോ വേണ്ടയോ? ഉണ്ടായിരുന്നു. ആദ്യം ഒരു 2-3 വർഷത്തോളം വന്ന ഓഫേഴ്സ് ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം അന്ന് സിനിമ അല്ല, എനിക്ക് ചെന്നൈ പോവുക, അതിൽ കൂടുതൽ പഠിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരു ട്രയൽ പോലെ ഒരു പടം ചെയ്ത് പിന്നെ അങ്ങോട്ട്. ചേച്ചി അതായത് നിരസിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ ആ സമയം? ഇപ്പൊ മുന്നേ പറഞ്ഞല്ലോ ഒരുപാട് ക്യാരക്ടേഴ്സ് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ. അതേപോലെ വേണ്ട എന്ന് വെച്ച ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിനിമ ഭയങ്കര ഹിറ്റായി, ആ ക്യാരക്ടർ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ ചെയ്യായിരുന്നു അന്ന്, അങ്ങനെ തോന്നിയ എന്തെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? ആദ്യകാലങ്ങളിൽ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒന്ന് നമ്മുടെ ഞാൻ ഗന്ധർവൻ. ഞാൻ ഗന്ധർവൻ പത്മരാജ് സാർ. പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് പിക്ചറും അതിൻ്റെ സാറ് വരയ്ക്കുമല്ലോ, പിക്ചർ വരെയും വരച്ചു വെച്ചു, കോസ്റ്റ്യൂംസിൻ്റെ ഇതുവരെയും വരച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സിനിമ എന്ന് പറയുന്നത് വലിയ മനസ്സിലാത്തോട്ട് വന്നിട്ടില്ല. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസിന്റെ ഇത് വെച്ചിട്ട് രാജശില്പി എന്നും പറഞ്ഞിട്ട്, അത് ഭാനുപ്രിയ മാഡമാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് പക്ഷെ അന്ന് എനിക്ക് സിനിമ ഒരു ഇതില്ലാത്തത് കൊണ്ട്, പക്ഷെ പിന്നീട് ഞാൻ നോക്കുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ്, പക്ഷെ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും. ഈ 2 സിനിമകളാണ് വേണ്ട എന്ന് വെച്ചതല്ല. പിന്നെ ഈ 2ാം വരവില് ഞാൻ ഒരു പടം ജേക്കബിന്റെ സ്വർഗരാജ്, അതില് ആ ഒരു ക്യാരക്ടർ എനിക്ക് അന്ന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം അതൊരു നല്ല ക്യാരക്ടറായാലും അമ്മ അത് എനിക്കൊരു ഭയങ്കര ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ക്യാരക്ടർ, കാരണം എൻ്റെ 2ാം വരവിലെ ഒരു നല്ലൊരു എൻട്രി ആയിരുന്നേനെ. കാരണം അത് നമ്മൾ യൂഷ്വലി കാണാത്ത ഒരു അമ്മയുടെ ഇമോഷൻ ആ ക്യാരക്ടറിൽ അമ്മയ്ക്ക് ഭയങ്കര ഒരു നമ്മൾ എപ്പോഴും കാണുമ്പോൾ അമ്മമാരെ കുറച്ച് വീക്ക് ആക്കി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നോർമലി കാണും. പക്ഷെ അതിൽ അമ്മ അങ്ങനെയല്ലായിരുന്നു.